ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് മട്ടൻ സ്റ്റൂ. അപ്പത്തിൻ്റെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും സൂപ്പറായിട്ട് പോകുന്ന ഒരു അടിപൊളി ഡിഷ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് വിനാഗിരി ഉപ്പ് ഉപയോഗിച്ച് കഴുകിയതാണ്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മട്ടൻ വേവിക്കാനായിട്ട് വെള്ളം ചേർക്കാറില്ല, പക്ഷെ എനിക്ക് കുറച്ച് ഗ്രേവി സ്റ്റൂവിലോട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 7-8 അല്ലി അരിഞ്ഞതുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്. ഇതൊന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 7-8 പച്ചമുളക് കൂടെ നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിലെ എരിവിന് മെയിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിച്ചതുമാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഒന്ന് വാടിയൊക്കെ വന്നേച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 1 കിലോ മട്ടന് കുറച്ചുകൂടെ ഒക്കെ ഉരുളക്കിഴങ്ങ് ചേരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മട്ടൻ കാണാതെ പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഉരുളക്കിഴങ്ങ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടെ ഇതിൽ ചേരും. ഞാൻ പക്ഷെ ഇവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം. ആ ഒരു പരുവം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ആ മട്ടനും സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി വേണ്ടോണ്ടാണ് ഞാൻ മട്ടനെ വെള്ളം ഒഴിച്ച് വേവിച്ചത്. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങൾ മട്ടനിൽ വെള്ളം ഒഴിക്കണ്ട. അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിന്റെ 2ാം പാൽ ഒഴിക്കുമ്പോൾ അതിന്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഒരു 80-85% മാത്രമേ കുക്കർ വെച്ച് വേവിക്കാൻ പാടുള്ളൂ. ബാക്കി വേവേണ്ടത് ഈ 2ാം പാലിൽ കിടന്നാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. പച്ചമുളകും കുരുമുളകും മാത്രമേ ഉപയോഗിക്കുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് രണ്ടും ചേർത്തോണം. അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഞാനിവിടെ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. കാരണം ഞാനിത് ഗരം മസാല ആവശ്യമുള്ളപ്പം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഗ്രേവി ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചാറ് വറ്റിച്ചോണം. ഗ്രേവി കൂടുതൽ വേണ്ട എന്നുള്ളവർ മട്ടനിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 2ാം തേങ്ങാപ്പാലിൻ്റെ അളവ് കുറയ്ക്കണം. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഗ്രേവി കൂടിപ്പോയാൽ തന്നെ നിങ്ങൾ ഈ സമയത്ത് വറ്റിച്ചോണം. ഇനി നമ്മൾ 1ാം പാൽ ചേർക്കാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഒരു നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലോർ വേണ്ടെങ്കിൽ ചേർക്കണ്ട. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെച്ച് തിളപ്പിക്കാൻ പാടില്ല. 1ാം പാൽ ഒന്ന് ചൂടായി വരികയെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നന്നായിട്ട് നമ്മുടെ കറി കുറുകിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങാണേലും ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ഒരു രീതി വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ഒരു കാരണവശാലും മട്ടനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കുക്കർ വേവിക്കരുത്. കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഒരു 80-85% നമ്മൾ കുക്കറിൽ മട്ടൻ വേവിച്ചതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് മട്ടനും ഉരുളക്കിഴങ്ങും കൂടെ കിടന്നാണ് വേവേണ്ടത്. ആ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന ആ പരുവത്തിൽ തന്നെ മട്ടൻ പൂർണ്ണമായിട്ടും വെന്ത് കിട്ടണം. അതാണ് ശരിക്കും മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നതിൻ്റെ പാകം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടോ, നമുക്കറിയാം ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കല്യാണത്തിന് പോകുമ്പോൾ ചിലപ്പം പാലപ്പവും മട്ടൺ സ്റ്റൂവും അല്ലെങ്കിൽ ബ്രെഡും മട്ടൺ സ്റ്റൂവും ഒക്കെയാണ് നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ അത്. ഇപ്പം നമ്മൾ ക്രിസ്മസിനായാലും ഈസ്റ്ററിനായാലും ഒക്കെ നമ്മുടെ രാവിലത്തെ ഫുഡ് മിക്കവാറും മട്ടൺ സ്റ്റൂവോ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റൂ ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.